ലഹരിയെ തുരത്താൻ പുത്തൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പദ്ധതി ജൂൺ 1 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിനായി ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പ്രത്യേക പദ്ധതി ജൂൺ 1 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെമിക്കൽ ലഹരി വസ്തുക്കളുടെയും ഹൈബ്രിഡ് കഞ്ചാവിന്റെയും വ്യാപനം തടയുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്കൂളുകളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പദ്ധതിയെക്കുറിച്ച് വിശദമായ പ്രൊജക്ട് തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ സ്കൂളുകൾ ജൂൺ 1 മുതൽ തുറക്കുക. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിന്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും നമ്മുടെ കുട്ടികളെയാണ് അവരെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുക. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ഉള്ള നടപടികൾ ആരംഭിക്കും. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ DGP സ്വീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ മാറ്റമുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും കുറ്റവാളിയായിട്ടല്ല കാണുന്നത്. അവർക്ക് പറയാൻ, ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമചിത്തതയോടെ കേൾക്കാനും അത് പരിഹരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമാണ്. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളിലും സമഗ്രമായ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സ്റ്റേഷനുകളിൽ എത്തുന്നവരെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്വീകരിക്കുന്ന സൗഹൃദപരമായ സമീപനം കൊണ്ടുവരുമെന്നും സ്റ്റേഷനുകൾ വൃത്തിയാക്കുകയും കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു.